എല്ലാ വിദ്യാർത്ഥികൾക്കും +2 പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം നമുക്ക് പ്രധാനമായും പൊളിറ്റിക്കൽ സയൻസ് 2 പാർട്ടായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. പൊളിറ്റിക്സ് ടെക്സ്റ്റിനെ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ഇയറിൽ പോർഷനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് 20 ചാപ്റ്ററുകൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ഈ വർഷം പൊളിറ്റിക്സിൻ്റെ ടെക്സ്റ്റിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ പാർട്ട് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്നാണ് ഫസ്റ്റ് പാർട്ട്. ഇതിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന സംഭവങ്ങളെക്കുറിച്ച് പറയുന്നു. 1947 മുതലുള്ള സംഭവ വികാസങ്ങളാണ് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് ഇൻഡിപെൻഡൻസ് മുതലുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന സംഭവ വികാസങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പൊളിറ്റിക്കൽ സയൻസിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ കോണ്ടംപററി വേൾഡ് പൊളിറ്റിക്സിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. സമകാലിക ലോക രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. സമകാലിക ലോകരാഷ്ട്രീയത്തിലെ പ്രധാന സംഭവ വികാസങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമാണ് രണ്ടാമത്തെ പാർട്ടിൽ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ 9 ചാപ്റ്ററുകളും രണ്ടാമത്തെ സെക്കൻഡ് പാർട്ടിൽ 9 ചാപ്റ്ററുകളുമാണ്. അപ്പോൾ ടോട്ടൽ ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളത് 18 ചാപ്റ്ററുകളാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ 20 ചാപ്റ്ററുകൾ പഠിച്ചായിരുന്നു. 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് പാർട്ടിൽ 10 ചാപ്റ്റർ, സെക്കൻഡ് പാർട്ടിൽ 10 ചാപ്റ്റർ. ഈ വർഷം 9 ചാപ്റ്റർ വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ 9 ചാപ്റ്റർ, സെക്കൻഡ് പാർട്ടിൽ 9 ചാപ്റ്റർ. അപ്പോൾ ഇതിൽ ഈ 2 പാർട്ടുള്ളതിൽ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന ഫസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് പോകാം. ഈ പാർട്ടിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ് എന്നാണ്. രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ വെല്ലുവിളികൾ. ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്, രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ വെല്ലുവിളികൾ. അതായത് നമുക്കറിയാം, ദീർഘകാലത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഒരു പുതിയ രാഷ്ട്രം രൂപീകരിക്കുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമിച്ചു. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും മറ്റുമാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായും നമ്മൾ പഠിക്കുന്നത്. വളരെയേറെ ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്തു കാട്ടാൻ പറ്റുന്ന നിരവധി സംഭവ വികാസങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും രാഷ്ട്ര നിർമ്മാണത്തിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നമുക്കറിയാം, ഇന്ത്യ എന്നത് ഒരു കൊളോണിയൽ രാജ്യമായിരുന്നു. ദീർഘകാലം ബ്രിട്ടൻ്റെ കോളനിയായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ കൊളോണിയൽ ഭരണത്തിന് കീഴിലായിരുന്നു. ആദ്യം പോർച്ചുഗീസുകാരുടെ കോളനി ഭരണത്തിന് കീഴിലായിരുന്നു ഇന്ത്യ. അതിനുശേഷം പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചു. ഈ 4 യൂറോപ്യൻ ശക്തികളും ഇന്ത്യയിൽ പരസ്പരം ആധിപത്യം നേടുവാനായി പോരടിച്ചു. അതിൽ വിജയിച്ചത് ഇംഗ്ലീഷുകാരാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാണ്. അങ്ങനെ മറ്റ് യൂറോപ്യന്മാരെ പുറത്താക്കിക്കൊണ്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിച്ചു. ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചു. ദീർഘകാലം, ഏകദേശം 200 വർഷക്കാലത്തോളം ഇന്ത്യ ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു. അതിനുശേഷം ദീർഘകാല സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കൊടുവിലാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ദീർഘ ചരിത്രമുണ്ട്. നമുക്കറിയാം, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ഈ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയ സാഹചര്യം എന്തായിരുന്നു? ദീർഘകാല പോരാട്ടങ്ങൾ നടത്തി. ഈ പോരാട്ടങ്ങൾക്കൊടുവിൽ ബ്രിട്ടീഷുകാർ സമ്മതിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാം. അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ ഒരു പദ്ധതി തയ്യാറാക്കി. നിരവധി പദ്ധതികളുണ്ട്, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. ഹിസ്റ്ററിയിലൊക്കെ നിങ്ങളത് ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. അപ്പോൾ 1947 ജൂൺ മാസം 3-ാം തീയതി മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ചു. നോട്ട് ചെയ്യേണ്ട പോയിന്റാണ്, 1947 ജൂൺ മാസം 3-ാം തീയതി മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ചു. നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമെന്നുള്ളതായിരുന്നു. പക്ഷേ ജൂൺ 3 പദ്ധതി പ്രകാരം ഇന്ത്യക്ക് 47 ഓഗസ്റ്റ് 15 തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് മൗണ്ട് ബാറ്റൺ പ്രഭു പ്രഖ്യാപിച്ചു. മൗണ്ട് ബാറ്റൺ ആയിരുന്നു അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി. അദ്ദേഹം പ്രഖ്യാപിച്ചു ഇന്ത്യക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നൽകാം. ഈ പദ്ധതി ജൂൺ 3 പദ്ധതി എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ മൗണ്ട് ബാറ്റൺ പ്ലാൻ ഓർ ജൂൺ 3 പ്ലാൻ രണ്ടും സെയിം തന്നെയാണ്.
ഈ പദ്ധതി പ്രകാരമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയത്. സ്വാതന്ത്ര്യം നൽകുന്ന സാഹചര്യത്തിൽ മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ, അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഇങ്ങനെയുള്ള സിഖ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ, ഇവരെല്ലാവരെയും ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ്. ഈ മീറ്റിങ്ങിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു സെപ്പറേറ്റ് നേഷൻ ഫോർ മുസ്ലിം. മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേക രാഷ്ട്രം വേണം, മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉയർത്തി. മുസ്ലിം ലീഗിന്റെ ലീഡറായിരുന്ന മുഹമ്മദ് അലി ജിന്ന ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് സെപ്പറേറ്റ് നേഷൻ വേണം, അതായത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നേഷൻ വേണം, ഇന്ത്യയിൽ തുടരുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഈ ആവശ്യം ദീർഘകാലമായി മുസ്ലിം ലീഗ് ഉന്നയിക്കുന്നതാണ്. എങ്കിലും 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നൽകുന്ന വേളയിൽ അതിന് മുന്നോടിയായി നടന്ന ചർച്ചയിൽ മുസ്ലിം ലീഗ് ഉറപ്പിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് സെപ്പറേറ്റ് നേഷൻ വേണം, അതും മുസ്ലിം മെജോറിറ്റി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നേഷൻ ആയിരിക്കണം, മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രം നമുക്ക് വേണം എന്ന ഡിമാൻഡ് മുഹമ്മദ് അലി ജിന്ന മുന്നോട്ട് വെച്ചു. ഇത് ഇന്ത്യയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇന്ത്യ സ്വതന്ത്രമാകുന്ന വേളയിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടത് ഇന്ത്യയിൽ വലിയ കടുത്ത പ്രതിസന്ധിക്ക് കാരണമായി. ഇന്ത്യയെ വിഭജിക്കരുതെന്ന് കോൺഗ്രസ് ശക്തമായി വാദിച്ചു. കോൺഗ്രസിന്റെ നേതാവായിരുന്ന, അന്നത്തെ പ്രധാന ലീഡറായിരുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യ വിഭജനത്തെ അതിശക്തമായി എതിർത്തു. ഗാന്ധിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയെ വെട്ടിമുറിക്കുന്നത് ഒരു കാരണവശാലും ഇരു രാജ്യങ്ങൾക്കും അത് അനുകൂലമായിരിക്കില്ല, ഇരു രാജ്യങ്ങൾക്കും അത് സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ തകർച്ച ഉണ്ടാകുമെന്ന് ഗാന്ധി വിലയിരുത്തി. പക്ഷേ മുസ്ലിം ലീഗ് ഈ ആവശ്യത്തിൽ നിന്ന്, സെപ്പറേറ്റ് നേഷൻ എന്ന അവരുടെ ഡിമാൻഡിൽ നിന്നും അവർ പിന്നോട്ട് പോയില്ല. ഇത് സംഗതി വഷളാക്കി. ദീർഘകാല സമര പോരാട്ടങ്ങൾക്കൊടുവിൽ സ്വാതന്ത്ര്യം നേടിയെടുത്ത് ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഇന്ത്യയെ വിഭജിക്കേണ്ട ഒരവസ്ഥയും എത്തി. ഇന്ത്യയെ വിഭജിക്കാതിരിക്കാൻ പരമാവധി ഗാന്ധിജിയുടെ ഇടപെടലൊക്കെ അത് വളരെ എഫക്റ്റീവായിരുന്നു. ആദ്യകാലത്ത് വിഭജനം ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ഗാന്ധിജി തന്നെ പറഞ്ഞു, ഒരമ്മയുടെ ഗർഭപാത്രത്തെ വെട്ടിമുറിച്ച് അതിൽ നിന്നും 2 ചോര കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്നത് പോലെയാണ് ഇന്ത്യയെ വിഭജിക്കുന്നത്. എൻ്റെ ശവശരീരത്തിൽ ചവിട്ടി നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഇത് സാധ്യമാകൂ എന്നുവരെ ഗാന്ധിജി ഉറക്കെ പ്രഖ്യാപിച്ചു. അത്രത്തോളം അദ്ദേഹം വിഭജനത്തെ എതിർത്തിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഗാന്ധിജിയുടെ പക്ഷേ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ ഒന്നും ഫലം കണ്ടില്ല. വിഭജനം ഒഴിവാക്കുവാൻ അദ്ദേഹം മുന്നോട്ട് വച്ച നയങ്ങളൊന്നും ലീഗ് അംഗീകരിച്ചില്ല. ഒടുവിൽ ഇന്ത്യയെ വിഭജിക്കുവാൻ തന്നെ തീരുമാനിച്ചു. മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടും. അതേ ദിവസം ഇന്ത്യ 2ആയി വിഭജിക്കപ്പെടും. ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും 2 രാഷ്ട്രങ്ങൾ അങ്ങനെ നിലവിൽ വരികയും ചെയ്യും. അതിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും കിഴക്ക് ഭാഗത്തുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സെപ്പറേറ്റ് നേഷൻ, പ്രത്യേക രാജ്യം വേണമെന്നാണ് ലീഗ് ആവശ്യപ്പെട്ടത്, മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത്. ലീഗിന്റെ ഈ ആവശ്യപ്രകാരം മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം ഇന്ത്യയെ വിഭജിച്ചു. അപ്പോൾ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. അതോടൊപ്പം തന്നെ ഇന്ത്യ ഡിവൈഡ് ചെയ്യപ്പെടുകയും ചെയ്തു. ഈ മൗണ്ട് ബാറ്റൺ പ്ലാനിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, ഇന്ത്യയെ വിഭജിച്ചുവെങ്കിലും ഇന്ത്യയിലെ കമ്മ്യൂണിറ്റീസിന്, ഇന്ത്യയിലെ ഓരോ വിഭാഗങ്ങൾക്ക്, മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയെ വിഭജിച്ചത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ത്യയെ ഡിവൈഡ് ചെയ്തത് ഭൂപ്രദേശത്തിന്റെ അടിസ്ഥാനത്തിലോ മറ്റ് ഫാക്ടറുകളുടെ ഒന്നും അടിസ്ഥാനത്തിലല്ല. ഇന്ത്യയെ ഡിവൈഡ് ചെയ്തത് മതത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ത്യയെ വിഭജിച്ചത്. ഈ മൗണ്ട് ബാറ്റൺ പ്ലാനിൽ തന്നെ പറയുന്നു, ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾക്ക് they can either join ഇന്ത്യ, വേണമെങ്കിൽ ഇന്ത്യയിൽ ചേരാം, ഓർ ജോയിൻ പാകിസ്ഥാൻ, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, ഓർ റിമെയിൻ ഇൻഡിപെൻഡന്റ്, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിലനിൽക്കാം എന്ന ഒരു പോയിന്റാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും വിഭജിക്കപ്പെട്ട് കഴിഞ്ഞാൽ
ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾക്ക് ഒന്നുകിൽ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കാം, ഇന്ത്യൻ യൂണിയനകത്ത് ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ നിലനിൽക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാം, പാകിസ്ഥാനിൽ ചേരാം. അത് മൂന്നാമത്തെ ഓപ്ഷൻ ഇത് രണ്ടിലും ചേരാതെ ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രമായി നിലനിൽക്കാം. ഈ ഒരു ഓപ്ഷൻ ആയിരുന്നു മൗണ്ട് ബാറ്റൻ പ്ലാനിൽ ഉണ്ടായിരുന്നത്. എന്തു തന്നെയായാലും മുസ്ലിം ലീഗിന്റെ പിടിവാശി മൂലം ഇന്ത്യ വിഭജിക്കപ്പെട്ടു. വിഭജനത്തിന് ശേഷം ഇരു രാഷ്ട്രങ്ങൾ നിലവിൽ വരികയും ചെയ്തു, ഒന്ന് ഇന്ത്യയും മറ്റൊന്ന് പാകിസ്ഥാനും. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണലിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഡിവിഷൻ നടന്നത്. ഇനി ഡിവൈഡ് ചെയ്ത ഇന്ത്യക്ക് എന്തെല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത പ്രധാന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, വിഭജനത്തിന് ശേഷം ഇന്ത്യ സ്വതന്ത്രമായി അതിനുശേഷം ഇന്ത്യ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് പ്രധാനമായിട്ടും ഫേസ് ചെയ്തത് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്താം. ഈ വർഷത്തെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തുന്നു. മുൻ വർഷങ്ങളിലൊക്കെ എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, വൺ വേർഡ് ക്വസ്റ്റ്യനാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയെന്ന് നമ്മൾ പറഞ്ഞു. 1947 ഓഗസ്റ്റ് 14 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടന്നു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഭരണഘടനാ സമിതിയാണ്, ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സമിതിയാണ്. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആ സമിതി ഇന്ത്യയിൽ രൂപം കൊണ്ടിരുന്നു, അതിൻ്റെ വർക്കുകളും കാര്യങ്ങളും നടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് 1947 ഓഗസ്റ്റ് 14 നടന്നു, രാത്രി നടന്നു. ഇവിടെ വെച്ച് ഇന്ത്യയുടെ അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റും നടക്കുന്ന ഈ വേളയിൽ നെഹ്റു പ്രസിദ്ധമായ ഒരു സ്പീച്ച്, ഒരു പ്രസംഗം നടത്തി. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നാണ് ഈ സ്പീച്ച് അറിയപ്പെടുന്നത്, വിധിയുമായുള്ള കൂടിക്കാഴ്ച. ഈ സ്പീച്ചിൽ നെഹ്റു ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതുമായി ബന്ധപ്പെട്ട്, സ്വതന്ത്രയാകുന്നതുമായി ബന്ധപ്പെട്ട് നെഹ്റു വളരെ വിശദമായി തന്നെ ഈ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമിന് ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, ഹു മെയ്ഡ് ദ ഫേമസ് സ്പീച്ച് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യണം, ഓർമ്മിച്ചുകൊള്ളാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഹു മെയ്ഡ് ദ ഫേമസ് സ്പീച്ച് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന ക്വസ്റ്റ്യൻ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ജവഹർലാൽ നെഹ്റുവാണ്. വിധിയുമായിട്ടുള്ള കൂടിക്കാഴ്ച എന്ന പ്രസിദ്ധമായ സ്പീച്ച്, പ്രസംഗം നടത്തിയത് ആരാണ്? ആൻസർ ജവഹർലാൽ നെഹ്റുവാണ്, പ്രത്യേകം നോട്ട് ചെയ്യണം. നമുക്കറിയാം 47 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. നെഹ്റു മന്ത്രിസഭ, നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഫോം ചെയ്തു. ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്ററും സർദാർ വല്ലഭായ് പട്ടേൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററുമായുള്ള ഒരു ഗവൺമെൻറ്, ഒരു പുതിയ ഗവൺമെൻറ് ഫോം ചെയ്തു. ആ ഗവൺമെൻറ്റിന് മുന്നിൽ നിരവധി പ്രോബ്ലംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പുതുതായിട്ടൊരു ഗവൺമെൻറ്, ദീർഘകാലം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലിരുന്ന ഒരു രാജ്യമാണ്. ഏകദേശം 200 വർഷത്തോളം ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഒരു രാജ്യത്ത് ഒരു പുതിയ ഗവൺമെൻറ് ഉണ്ടാകുന്നു. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഗവൺമെൻറ് ഫോം ചെയ്തു. ഈ ഗവൺമെൻറ്റിന് വലിയ വെല്ലുവിളിയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ നമുക്ക് തന്നെ അറിയാം. ബ്രിട്ടീഷുകാർ ദീർഘകാലം ഭരിച്ച് ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ തകർന്ന്, സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി. ഇന്ത്യൻ എക്കോണമി കൊളാപ്സ്ഡ് ആയിരുന്നു, തകർന്ന് തരിപ്പണമായിരുന്നു. പോവർട്ടി, ദാരിദ്ര്യം വളരെ രൂക്ഷമായിരുന്നു. അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിരുന്നു. ഇലിറ്ററസി, നിരക്ഷരത രൂക്ഷമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജ്യം, വളരെയധികം പ്രതിസന്ധികളെ നേരിടുന്ന ഒരു രാജ്യം, ഈ രാജ്യത്തെ ഉന്നതിയിലേക്ക് എത്തിക്കണം. ബ്രിട്ടന്റെ കിരാത ഭരണത്തിൽ നിന്ന് മോചനം നേടി നമ്മുടെ ഒരു സ്വതന്ത്ര ഭാരതം കെട്ടിപ്പടുക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടന്നത്. അതായത് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത പ്രോബ്ലംസ് ആണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ്ഡ് 3 മേജർ ചലഞ്ചസ് എക്സ്പ്ലെയിൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എത്തുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. ഇൻഡിപെൻഡന്റ്, മുൻ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ സെയിം അതുപോലെ പറയാണ്. ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ്ഡ് 3 ചലഞ്ചസ്
വാട്ട് ആർ ദേ നോ എക്സ്പ്ലെയിൻ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എത്താം. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളി എന്താണ്? ആ വെല്ലുവിളിയിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ നമുക്ക് സൂചിപ്പിക്കാം. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ, ഇന്ത്യ ഡിവൈഡ് ചെയ്ത കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു, അതിലേക്ക് നമുക്ക് പോകണ്ട. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളെ കൂടാതെ തന്നെ 565ഓളം പ്രിൻസിലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 565ഓളം നാട്ടുരാജ്യങ്ങളെ ഉൾപ്പെടുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഈ ഓരോ നാട്ടുരാജ്യങ്ങൾക്കും പ്രത്യേകം റൂളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ രാജ്യങ്ങളെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം രൂപീകരിക്കണം. അതായിരുന്നു ഒന്നാമത്തെ വെല്ലുവിളി. ഫസ്റ്റ് ആദ്യ പോയിന്റിൽ നമുക്ക് പഠിക്കാം ടു ബിൽഡ് ദ നേഷൻ. ഒന്നാമത്തെ ഇന്ത്യ ഗവൺമെന്റ്, ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത ഒന്നാമത്തെ ചലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളി എന്തായിരുന്നു? ടു ബിൽഡ് ദ നേഷൻ, രാഷ്ട്ര രൂപീകരണമായിരുന്നു ഇന്ത്യ ഗവൺമെന്റ് നേരിട്ട ഒരു പ്രധാനപ്പെട്ട ചലഞ്ച്. നമുക്കറിയാം ഇന്ത്യ വാസ് എ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്. ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ്. ഇന്ത്യയിൽ വ്യത്യസ്ത തരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്നവരാണ്. ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. നമുക്കറിയാം മലയാളം സംസാരിക്കുന്നു, തമിഴ് സംസാരിക്കുന്നവരുണ്ട്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇങ്ങനെ നിരവധി ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്. ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല വ്യത്യാസം, കൾച്ചർ, സംസ്കാരത്തിൽ വ്യത്യാസമുണ്ട്. മലയാളിയുടെ കൾച്ചറല്ല തമിഴിന്, തമിഴിൻ്റെ കൾച്ചറല്ല ബംഗാളിക്ക്, ബംഗാളിയുടെ കൾച്ചറല്ല ഗുജറാത്തിക്ക്, ഗുജറാത്തിയുടെ കൾച്ചറല്ല കാശ്മീരിക്ക്. ഇങ്ങനെ ഇന്ത്യയിലെ ഓരോ വിഭാഗം ജനങ്ങളുടെയും സംസ്കാരത്തിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. കൾച്ചറിൽ മാത്രമല്ല റിലീജിയനിലും വ്യത്യാസമുണ്ട്, മതത്തിലും മതവിശ്വാസത്തിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ എന്തുമാത്രം മതങ്ങളുണ്ട്? ഇന്ത്യയിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന, പാഴ്സി, ഇങ്ങനെ നിരവധി വിവിധ തരത്തിലുള്ള മതവിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്നവർ, വ്യത്യസ്ത തരത്തിലുള്ള സംസ്കാരങ്ങൾ പിന്തുടരുന്നവർ, കൾച്ചർ ഫോളോ ചെയ്യുന്നവർ, അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള റിലീജിയൻ, മതത്തെ പിന്തുടരുന്നവർ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും വൈവിധ്യം പുലർത്തുന്ന, എന്തിനു പറയുന്നു, വസ്ത്രധാരണ രീതിയിൽ വരെ മാറ്റം, ഡ്രസ്സിംഗ് സ്റ്റൈലിൽ മാറ്റം, ലൈഫ് സ്റ്റൈലിൽ മാറ്റം, ജീവിത രീതിയിൽ മാറ്റം, മൊത്തത്തിൽ ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ മൊത്തത്തിൽ വലിയ തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളെ ഉൾക്കൊള്ളുന്നവരാണ്. ഈ വൈരുദ്ധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ ഒരുമിപ്പിച്ച് ഒരൊറ്റ രാഷ്ട്രമാക്കി മാറ്റുക എന്നത് ഇന്ത്യ ഗവൺമെന്റ് നേരിട്ട, ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചലഞ്ചായിരുന്നു. ഫസ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, നമ്മളെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത മേജർ പ്രോബ്ലംസ് ആണ്. അതിൽ ഫസ്റ്റ് ടു ബിൽഡ് ദ നേഷൻ, രാഷ്ട്ര രൂപീകരണമായിരുന്നു ആദ്യത്തത്. അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാം ഇന്ത്യ വാസ് എ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്, ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ്. ഇറ്റ്സ് പീപ്പിൾ സ്പോക്ക് ഡിഫറെന്റ് ലാംഗ്വേജസ്, ഇവിടുത്തെ ജനങ്ങൾ വിവിധ തരത്തിലുള്ള ലാംഗ്വേജസ് ആണ് സംസാരിക്കുന്നത്, ഭാഷകളാണ് സംസാരിക്കുന്നത്. ആൻഡ് ഫോളോഡ് ഡിഫറെന്റ് കൾച്ചേഴ്സ് ആൻഡ് റിലീജിയൻസ്, വിവിധ തരത്തിലുള്ള ഭാഷകളും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഭാഷകൾ സംസാരിക്കുന്നു, വിവിധ തരത്തിലുള്ള സംസ്കാരങ്ങൾ പിന്തുടരുന്നു, വിവിധ തരത്തിലുള്ള മതത്തിൽ വിശ്വസിക്കുന്നു, അതിനെ പിന്തുടരുകയും ചെയ്യുന്നു. ഈ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ ഒരുമിപ്പിക്കുക എന്നതാണ് ഇന്ത്യ ഗവൺമെന്റ് നേരിട്ട ഫസ്റ്റ് ചലഞ്ച്. എല്ലാവർക്കും ആ പോയിന്റുകൾ നോട്ട് ചെയ്യണം. എല്ലാവരും ആ പോയിന്റുകൾ നോട്ട് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് പോയിന്റ് ടു ബിൽഡ് ദ നേഷൻ. ഈ വെല്ലുവിളി ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്തു. വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന, വ്യത്യസ്ത തരത്തിലുള്ള ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ ഇന്ത്യയിലെ നാനാവിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ രാഷ്ട്രം രൂപീകരിക്കുക എന്ന നേഷൻ ബിൽഡിംഗ് എന്ന ചലഞ്ച് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഏറ്റെടുക്കുകയായിരുന്നു. 565ഓളം വരുന്ന നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരൊറ്റ രാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്ക് എത്തുവാൻ നമുക്ക് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഇനി നാട്ടുരാജ്യങ്ങളുടെ സംയോജനമുണ്ട്. അത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സർദാർ വല്ലഭായ് പട്ടേലാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, അത് ഹോം മിനിസ്റ്ററുമായിരുന്നു അദ്ദേഹം. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് സൂചിപ്പിക്കും. രണ്ടാമത് ഇന്ത്യ ഗവൺമെന്റ് ഫേസ് ചെയ്ത പ്രോബ്ലം അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത രണ്ടാമത്തെ പ്രോബ്ലം ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, ഒരു
ജനാധിപത്യ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് സ്ഥാപിക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ പ്രോബ്ലം. ദീർഘകാലം ഇന്ത്യ ബ്രിട്ടന്റെ കോളനിയായിരുന്നു നമ്മൾ പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ ഭരണത്തിന്റെ ദോഷവശങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ അതിനു മുന്നേ രാജഭരണം നിലനിന്നിരുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇതിന്റെയൊക്കെ ദോഷവശങ്ങൾ, ഡീമെറിറ്റ്സ് എന്താണെന്ന് ഇന്ത്യക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കി ഏറ്റവും നല്ല സിസ്റ്റം ഡെമോക്രസിയാണ് എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു. എന്നാൽ ഈ ഡെമോക്രസിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ആ ഒരു പ്രധാന ചലഞ്ച്, ഡെമോക്രസിയിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇന്ത്യയിൽ ഡെമോക്രസി ആവുമ്പോൾ ജനങ്ങളാണ് ഇലക്ഷനിലൂടെ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ ഒരു പ്രോബ്ലം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അന്ന് നിലനിന്നിരുന്നത് ഇലിറ്ററസി ആയിരുന്നു, നിരക്ഷരത. എഴുതുവാനും വായിക്കാനും അറിയാത്ത ജനവിഭാഗങ്ങൾ വോട്ട് ചെയ്യണം. വിദേശ രാജ്യങ്ങളെല്ലാം ഇന്ത്യയെ കളിയാക്കി. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഒരു ഡെമോക്രസി സ്ഥാപിക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജനാധിപത്യം സ്ഥാപിക്കുന്നത്? ഇന്ത്യയിലെ ജനാധിപത്യ സമ്പ്രദായം തകരും, ഒരിക്കലും വിജയിക്കില്ല എന്ന് വിദേശ രാജ്യങ്ങൾ പോലും വിധിയെഴുതി. കാരണം ഇത്രയേറെ നിരക്ഷരതയും ദാരിദ്ര്യവും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥിതി, ഡെമോക്രാറ്റിക് സിസ്റ്റം നോട്ട് പ്രാക്ടിക്കൽ എന്നാണ് വിദേശികൾ പോലും വിധി എഴുതിയത്. പക്ഷേ ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് രൂപം കൊണ്ടു. ഇന്ത്യയിൽ ആദ്യമായി 1951-52 ആദ്യത്തെ ജനറൽ ഇലക്ഷൻ പോലും നടന്നു. ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പ് വൻ വിജയമായിരുന്നു. ലോകത്ത് ജനാധിപത്യ രീതിയിൽ നടത്തിയ ഏറ്റവും വിജയമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇന്ത്യ നടത്തിയത്. വലിയ ഒരു പ്രശംസ ഇന്ത്യക്ക് ഈ കാര്യത്തിൽ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത ഒന്നാമത്തെ പ്രോബ്ലം ടു ബിൽഡ് ദ നേഷൻ. ആ പ്രോബ്ലം ഇന്ത്യ പരിഹരിച്ചു, രാഷ്ട്ര നിർമ്മാണം. സെക്കൻഡ് വൺ, രണ്ടാമത് ടു എസ്റ്റാബ്ലിഷ് എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, ഒരു ജനാധിപത്യ ഗവൺമെന്റ് രൂപീകരിക്കുക എന്ന സെക്കൻഡ് ചലഞ്ചും ഇന്ത്യ എന്ത് ചെയ്തു? ഏറ്റെടുത്തു. ലോകത്തെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രിയായി ഇന്ത്യ മാറുകയും ചെയ്തു. അതിനുശേഷം മൂന്നാമത് ഇന്ത്യ നേരിട്ട ഒരു ചലഞ്ച് ടു എൻഷുർ ദ വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമവും അവരുടെ വികസനവും ഉറപ്പുവരുത്തുക. ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചലഞ്ചായിരുന്നു. ഇതിൽ നമുക്ക് അറിയാം, ഇന്ത്യ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ജനങ്ങളാണ്. സമ്പന്നരാണെങ്കിൽ അതിസമ്പന്നർ, ദരിദ്രരാണെങ്കിൽ പരമദരിദ്രർ. ഇതായിരുന്നു ഇന്ത്യയിലെ അവസ്ഥ. ദാരിദ്ര്യമാണെങ്കിൽ ദാരിദ്ര്യത്തിന്റെ പടുകുഴി, സമ്പന്നതയാണെങ്കിൽ സാമ്പത്തികമായിട്ടും അത്രയേറെ ഉന്നതിയിൽ നിൽക്കുന്നവർ. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ജനങ്ങൾ ഉള്ള ഒരു രാജ്യത്ത് എല്ലാവർക്കും ക്ഷേമം ഉറപ്പാക്കുക എന്നത് കടുത്ത ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. ഡെവലപ്മെന്റും പ്രോഗ്രസും എല്ലാ വിഭാഗം ജനങ്ങൾക്കും എത്തിക്കുന്നതിൽ ഇന്ത്യ ഗവൺമെന്റ് വിജയിച്ചു. അതിനുവേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും ശ്രദ്ധിച്ചത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് റിസർവേഷൻ സംവിധാനവും മറ്റും ഏർപ്പെടുത്തിയതാണ്. പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും തുല്യത കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും ഒരേപോലെ, എല്ലാവർക്കും ഇക്വാളിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉന്നതമായി നിൽക്കുന്ന ഉന്നത വിഭാഗങ്ങൾ വീണ്ടും ഉന്നതിയിലേക്ക് പോകും. പക്ഷെ പിന്നോക്കക്കാർ അവരോടൊപ്പം എത്തില്ല. ഇത് കണക്കാക്കിക്കൊണ്ട് പിന്നോക്ക വിഭാഗങ്ങളെ ഉന്നതിയിൽ എത്തിക്കുന്നതിന് വേണ്ടി അവർക്ക് റിസർവേഷൻ സംവിധാനങ്ങളും മറ്റും ഏർപ്പെടുത്തുകയും ചെയ്തു. SC/ST വിഭാഗങ്ങൾക്ക് മറ്റുമൊക്കെ റിസർവേഷൻ സംവിധാനം കൊണ്ടുവന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അതിനുശേഷം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ ഫോം ചെയ്തു. ഈ നിർദ്ദേശക തത്വങ്ങൾ ഫോം ചെയ്തതിന് പിന്നിലും ലക്ഷ്യം വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമം തന്നെയാണ്. ജനങ്ങളുടെ ക്ഷേമത്തിലൂടെ രാജ്യത്തിന് ഡെവലപ്മെന്റ് ഉണ്ടാക്കുക, ജനങ്ങളുടെ ക്ഷേമം രാജ്യത്തിൻ്റെ ഡെവലപ്മെന്റിലേക്ക് നയിക്കും എന്ന ആ ഒരു ചിന്തയാണ് ഇന്ത്യ ഗവൺമെന്റിനുണ്ടായിരുന്നത്. ഈ മൂന്ന് ചലഞ്ചസിനെയും ഈ മൂന്ന് വെല്ലുവിളികളെയും തരണം ചെയ്യുവാൻ ഇന്ത്യ ഗവൺമെന്റിന് സാധിച്ചു, നെഹ്റു ഗവൺമെന്റിന് സാധിച്ചു എന്നത് വലിയ ഒരു നേട്ടം തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ്ഡ് 3 മേജർ ചലഞ്ചസ് എക്സ്പ്ലെയിൻ എന്ന് ചോദിക്കും. വീണ്ടും ഒന്നുകൂടെ ഞാൻ പറയുന്നു. അതിൽ ഫസ്റ്റ് പോയിന്റ് ടു ബിൽഡ് ദ നേഷൻ, രാഷ്ട്രം രൂപീകരിക്കുക, രാഷ്ട്ര രൂപീകരണമായിരുന്നു. അതിൽ ഓർക്കേണ്ട പോയിന്റ് ചിന്നി ചിതറി കിടക്കുന്ന ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ, അതിൽ വ്യത്യസ്ത ഭാഷാ വേഷം, ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. സംസ്കാരം, മതം, ഇതെല്ലാം ഓർമ്മിച്ചോണം. പിന്നെ ഇതിനെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം രൂപീകരിച്ചു. രണ്ടാമത്തെ ടു എസ്റ്റാബ്ലിഷ് എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, രാജഭരണമൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ
മറ്റ് മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ മറ്റ് ഭരണവ്യവസ്ഥയിലേക്ക് പോകാതെ ഇന്ത്യ ജനാധിപത്യ സമ്പ്രദായം സ്വീകരിച്ചു. ഇന്ത്യ ഒരു പാർലമെന്ററി സിസ്റ്റമാണ്, പാർലമെന്ററി ഡെമോക്രാറ്റിക് സിസ്റ്റമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. പാർലമെന്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം ഇന്ത്യ സ്വീകരിച്ചത് ബ്രിട്ടനിൽ നിന്നാണ്, ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇന്ത്യ ഈ സിസ്റ്റം കടമെടുത്തിരിക്കുന്നത്, ഈ ആശയം. അപ്പോൾ ലോകത്തെ മറ്റൊരു പ്രത്യേകതയുണ്ട്, ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയും ഇന്ത്യയുടേതാണ്. ബിഗ്ഗസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയുടേത്. ആ പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞു ടു എൻഷുവർ ദ വെൽഫെയർ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ക്ഷേമവും പുരോഗതിയും ഉറപ്പാക്കുക എന്ന വെല്ലുവിളി. ആ വെല്ലുവിളിയും ഇന്ത്യ ഗവൺമെന്റിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞു. ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത ഈ 3 പ്രോബ്ലംസും പരിഹരിക്കുവാൻ നമുക്ക് കഴിഞ്ഞു.